മുണ്ടക്കൈ ചൂരൽമലയിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ മേപ്പാടി പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് നിയമപരമായിട്ടാണെന്ന് മന്ത്രി എം. രാജേഷ്. മുസ്ലിം ലീഗ് കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചെന്ന് എം. രാജേഷ് 24 പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നോട്ടീസ് അയച്ചത് ഭൂവുടമയായതുകൊണ്ടാണെന്നും മന്ത്രി വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രതിവാസ പദ്ധതിയുടെ ഭാഗമായി ലീഗ് നിർമ്മിക്കുന്ന വീടുകൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലീഗ് അധ്യക്ഷൻ നോട്ടീസ് അയച്ചതാണ് ഇപ്പോഴത്തെ വിവാദം. ആ വിവാദത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് തദ്ദേശ ഭരണ മന്ത്രി എം. രാജേഷാണ്. എന്താണ് ഈ നോട്ടീസ് അയച്ചു കിട്ടിയില്ല എന്ന് പറയുന്നത്? എന്താണ്? ഞാനത് നിങ്ങളുടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഇന്നാണ് അത് ശ്രദ്ധയിൽ വന്നത്. അപ്പം അതിൽ നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഉത്തരവുകളും അനുസരിച്ചുള്ള ഒരു നടപടിയാണ് മേപ്പാടി പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അത് സർക്കാർ സ്വീകരിച്ച നടപടിയല്ല. ആ നടപടി നിയമാനുസൃതമുള്ള നടപടിയാണ്. കാരണം ഇതിനിപ്പോൾ ആദ്യം ലേഔട്ട് അപ്രൂവൽ എടുത്തിരുന്നു. ലേഔട്ട് അപ്രൂവലിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലോട്ട് സബ് ഡിവിഷനുള്ള അനുമതി അപേക്ഷിച്ചിരുന്നു. ആ അനുമതിയും കൊടുത്തിരുന്നു. അതുപ്രകാരം ലാൻഡ് ഡെവലപ്മെൻറ്റിനുള്ള പെർമിറ്റാണ് കൊടുത്തിരുന്നത്. പക്ഷേ ലാൻഡ് ഡെവലപ്മെൻറ്റ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ 7 സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എടുത്തു. 68 പ്ലോട്ടാണുള്ളത്. 68 പ്ലോട്ട് ഒന്നിച്ചാണ്. ഈ 68 പ്ലോട്ടിൽ നിർമ്മാണം നടത്തുന്നതിന് പ്രത്യേകമായിട്ട് 7 സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റാണ് എടുത്തത്. സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 300 സ്ക്വയർ മീറ്റർ വരെയുള്ളതിനാണ്. ഇത് അങ്ങനെ എടുക്കാൻ പറ്റുന്നതല്ല. ഇത് ചട്ടത്തിന് എതിരാണ്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്കെതിരാണ്. ഒരു തരത്തിലും നിലവിലുള്ള ചട്ടങ്ങൾക്ക് നിരക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അതിനുള്ള നടപടികൾ എന്താണ്? സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അവർക്കത് ബോധിപ്പിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ അവർ കാരണം ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് റദ്ദാക്കും. കാരണം സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എടുക്കാൻ പാടില്ല. ഇതിന് ഇതൊന്നിച്ചാണ് പെർമിറ്റ് എടുക്കേണ്ടത്. ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിയമാനുസൃത നടപടിയാണ് മേപ്പാടി പഞ്ചായത്ത് സ്വീകരിച്ചത്. നിയമാനുസൃത നടപടിയാണ്. അവർക്ക് ഇത് പരിഹരിക്കാം. ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് പ്രകാരമുള്ള നടപടി അവർക്ക് സ്വീകരിക്കാം. നിയമാനുസൃതമുള്ള നടപടി അവർ സ്വീകരിച്ചാൽ പ്രശ്നം തീർന്നു. അത്രയേ ഉള്ളൂ. നിയമാനുസൃതമുള്ള നടപടി, ചട്ടപ്രകാരമുള്ള നടപടി സ്വീകരിച്ചാൽ പ്രശ്നം തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സർക്കാരിൻ്റെ നിർദ്ദേശവും ഒന്നും ഇക്കാര്യത്തിലില്ല. ഈ അവർ റൂൾ അനുസരിച്ച് മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഈ ലീഗ് അധ്യക്ഷൻ നോട്ടീസ് അയച്ചത് ഒരു രാഷ്ട്രീയവാദമായി മാറി. അപ്പോൾ ഈ രാഷ്ട്രീയവാദത്തിൽ ഇതിൻ്റെ സാങ്കേതികത്വം മറന്നുകൊണ്ടുള്ള വിവാദമാണെന്ന് കരുതില്ല. അത് ഭൂമിയുടെ ഉടമസ്ഥൻ ലീഗ് അധ്യക്ഷനായി പോയതുകൊണ്ട് ഉടമസ്ഥനെ നോട്ടീസ് അയച്ചതാണ്. അവരുടെ മുമ്പിൽ ഉടമസ്ഥനാണ് ഉള്ളൂ, ലീഗ് അധ്യക്ഷൻ ഇല്ലല്ലോ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിലുള്ളത് ഉടമസ്ഥൻ ആരാണെന്നുള്ളതാണ്. ഇപ്പോൾ ഉടമസ്ഥനാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അത് നിർഭാഗ്യവശാൽ ലീഗ് അധ്യക്ഷനായി പോയി എന്നേ ഉള്ളൂ. ഈ ലീഗിൻ്റെ കാര്യത്തിൽ വ്യക്തമായ നിയമലംഘനം ഉണ്ടായിട്ടാണ് മേപ്പാടി പഞ്ചായത്ത് നോട്ടീസ് അയച്ചതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അഭിലാഷ് തൊഴിൽവൻകോടിനൊപ്പം ആർ ശ്രീജിത്ത്, 24. ഈ കാര്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.